ചെന്നൈ മഹിളാ അസോസിയേഷന്റെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു. CTMA പ്രസിഡന്റ് VC പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം കാവ്യ മാധവൻ മുഖ്യാതിഥിയായി. അസോസിയേഷന്റെ സുവർണപ്രഭ പുരസ്കാരം ജയാദേവി ചോലയിലിന് സമ്മാനിച്ചു. ന്യൂനപക്ഷ പദവിക്ക് ഭരണഘടനാ പരിരക്ഷ. ഭരണഘടനയിൽ 30ാം വകുപ്പ് മതഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നു. അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ലാത്തി കൊണ്ട് ക്രൂരമായി തല്ലിയ കേസിൽ തുടർന്നന്വേഷണത്തിന് കോടതി ഉത്തരവ്. ഷേഡ്പേട്ടിലെ മലയാളി ക്ലബ്ബിലായിരുന്നു മത്സരം. 15ാം വാർഷികത്തിൽ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർത്താവായന മത്സരം നടത്തിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജനറൽ വനിത എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 60-ലധികം പേർ പങ്കെടുത്ത മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ രുക്മ രാജീവ് ഒന്നാമതെത്തി. ആസിഫ H, അഖില ഉണ്ണി എന്നിവർക്കാണ് 2ാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രണവ് P ഒന്നാമതെത്തിയപ്പോൾ ഹാജര BVKP 2ാം സ്ഥാനം കരസ്ഥമാക്കി. വനിതകളുടെ വിഭാഗത്തിൽ പ്രവീണ പ്രദീപ് 1ാം സ്ഥാനവും സഹോദരി പ്രസീന പ്രദീപ് 2ാം സ്ഥാനവും നേടി. CTMA പ്രസിഡന്റ് VC പ്രവീൺ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സിനിമാ താരം കാവ്യ മാധവൻ മുഖ്യാതിഥിയായി. എനിക്കിങ്ങനെ അവളിപ്പോൾ മലയാളത്തിൽ ഭയങ്കര എഴുത്ത്, അങ്ങനെ ഒരുപാട് വലിയ നോവൽസ് ഒക്കെ വായിക്കുന്ന രീതിയിൽ വലിയ നേടണം എന്നൊന്നുമില്ല. പരിചിതമായിരിക്കണം. നമ്മുടെ മാതൃഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മോശപ്പെട്ടൊരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ്. അസോസിയേഷൻ ഏർപ്പെടുത്തിയ സുവർണപ്രഭ പുരസ്കാരം പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ ജയാദേവി ചോലയിലിന് കാവ്യ മാധവൻ സമ്മാനിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഗീത S പിള്ള അധ്യക്ഷയായി. സാലി എബ്രഹാം, PN ശ്രീകുമാർ, ജ്യോതി മേനോൻ, ലിജിഷ പ്രവീൺ, ഡോക്ടർ അമൃത രാഗേഷ്, സുപ്രഭ നായർ, വിദ്യാശ്രീ, രാജി R നായർ, ഡോക്ടർ സൗമ്യ, ഉഷ നന്ദിനി എന്നിവർ സംസാരിച്ചു. 24 ചെന്നൈ.